മലയാളികൾക്കും അതുപോലെ തന്നെ ഇന്ത്യക്കാർക്കും ഒരുപോലെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നിമിഷത്തിലേക്കുള്ള യാത്രയിലാണ് സന്തോഷ് ജോർജ് കുളങ്ങര. എന്തായാലും ശതകോടീശ്വരനായിട്ടുള്ള റിച്ചാർഡ് ബ്രാൻസന്റെ വെർജിൻ ഗലാക്റ്റിക്ക എന്ന് പറയുന്ന കമ്പനി നടത്തുന്ന ബഹിരാകാശ വിനോദസഞ്ചാര യാത്രയിൽ ഭാഗമാകാൻ പോവുകയാണ് അദ്ദേഹം. എന്തായാലും അതിന്റെ വിശേഷം നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാൻ നമ്മളോടൊപ്പം അദ്ദേഹമുണ്ട്. എല്ലാവിധ ആശംസകളും ആദ്യം തന്നെ. ഇത്തരം ഒരു യാത്ര ഒരുപക്ഷെ എല്ലാ ആളുകളും ചിന്തിക്കാത്ത, ഒരുപക്ഷെ ഒരു 10 വർഷം മുമ്പൊക്കെ മനുഷ്യൻ ചിന്തിക്കാത്ത ഒരു സംഭവമായിരുന്നു. അതിലേക്ക് എത്തിപ്പെടുകയാണ്. ആദ്യം തന്നെ എത്രത്തോളം സന്തോഷമുണ്ട് ആ ഒരു കാര്യത്തിൽ? ശരിക്കും 10 വർഷം മുമ്പ് ചിന്തിക്കാത്ത കാര്യമല്ല. 2007 മുതൽ ഞങ്ങൾ ഇതിന്റെ പിന്നാലെയാണ്. 2007 ഞാൻ വെർജിൻ ഗാലക്റ്റിക്കിന്റെ ഈ സ്പേസ് ടൂറിസം പ്രോജക്റ്റിലെ ഭാഗമായിട്ട് സൈൻ ചെയ്യുന്നത്. 2007 കഴിഞ്ഞിട്ടിപ്പോൾ എത്ര വർഷങ്ങളായി? ഏതാണ്ട് 15 വർഷം. അപ്പോൾ ഈ കാലമത്രയും ഞങ്ങൾ ഇതിന്റെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. അതായത് പരിശീലനങ്ങളുണ്ടായിരുന്നു, എല്ലാ വർഷവും 2-3 തവണ ഞങ്ങൾ ഒത്തുചേരലുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഇവാലുവേഷൻ ഉണ്ട്, പ്രോസസ്സുണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ഒരു 2010-12 കാലത്തിനിടയിൽ ഈ യാത്ര നടക്കുമെന്നാണ്. പലവിധ കാരണങ്ങൾ കൊണ്ട് അതിനിടയ്ക്ക് 2-3 പ്രധാനപ്പെട്ട വളരെ ഞടുക്കുന്ന ആക്സിഡന്റുകളുണ്ടായി. ഒന്ന്, ഇതിന്റെ ടെസ്റ്റ് ഫ്ലൈറ്റുകൾ നടക്കുന്ന സമയത്തുണ്ടായ ഒരു ആക്സിഡന്റ്, പിന്നെ ഇതിന്റെ റോക്കറ്റ് മോട്ടോർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തുണ്ടായ ആക്സിഡന്റ്. ഇങ്ങനെ 3-4 ആളുകൾ മരിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പം അതുകൊണ്ട് തന്നെ കുറേ ഡിലേ ആയി. പിന്നീട് കോവിഡ്, പിന്നെ ഈ സാമ്പത്തിക മാന്ദ്യം, ഇങ്ങനെ പല പ്രശ്നങ്ങൾ ഇതിനെ ബാധിച്ചു. റിച്ചാർഡ് ബ്രാൻസൺ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളുടെ കമ്പനിയാണെങ്കിൽ കൂടി അതിന് പല സംശയങ്ങളും ആളുകൾക്കുണ്ടായിരുന്നു. ഇത് സാധ്യമാകുമോ? പക്ഷെ അത് പലതവണ പിന്നീട് ടെസ്റ്റ് ഫ്ലൈറ്റുകൾ വിജയമായി. ഒടുവിൽ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ അവസാനത്തെ ടെസ്റ്റ് ഫ്ലൈറ്റും വിജയകരമായി പൂർത്തിയായി കഴിഞ്ഞാണ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ FAA ലൈസൻസ് കിട്ടുന്നത് കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിനുള്ള. അത് കിട്ടിയതിന് ശേഷമാണ് ഈ ജൂലൈ 11-ാം തീയതി റിച്ചാർഡ് ബ്രാൻസണും അദ്ദേഹത്തിന്റെ കമ്പനിയിലെ മുതിർന്ന സാങ്കേതിക വിദഗ്ധരും അടങ്ങുന്ന ഒരു സംഘം സ്പേസിൽ പോവുകയും ഇത് പ്രാവർത്തികമാണെന്ന് തെളിയിക്കുകയും ചെയ്തത്. അപ്പോൾ ഇപ്പോൾ തീർച്ചയായും ഇടക്കാലത്ത് ഞങ്ങൾക്ക് സംശയങ്ങൾ, ആളുകളുടെ സംശയങ്ങൾക്കൊക്കെ ഉത്തരം കൊടുക്കേണ്ടി വന്നിരുന്നെങ്കിലും ഇപ്പോൾ ആളുകൾക്ക് വ്യക്തമായി, ലോകത്തിന് വ്യക്തമായി ഇത് നടക്കുന്ന ഒരു കാര്യമാണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, എക്സൈറ്റ്മെന്റ് ഉണ്ട്. എത്രത്തോളം തയ്യാറെടുപ്പുകൾ വേണം? പല വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുണ്ട് താങ്കളുടെ തയ്യാറെടുപ്പുകളെ കുറിച്ച്. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായി ശാരീരികമായും മാനസികമായും പ്രിപ്പയർഡ് ആകേണ്ട ഒരു കാര്യമാണ്. ആ ഒരു തയ്യാറെടുപ്പ് എങ്ങനെയാണ്? എത്ര നാളായി അത് തുടങ്ങിയിട്ട്? ശാരീരികമായ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഈ വാഹനത്തെ നിയന്ത്രിക്കുന്നില്ല, സാങ്കേതിക കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ സീറോ ഗ്രാവിറ്റിയെ അതിജീവിക്കാൻ, ഭാരമില്ലാത്ത അവസ്ഥയിൽ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതിനെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമോ? അതുകൂടാതെ സ്പേസിലേക്ക് കയറുമ്പോഴും തിരിച്ചിറങ്ങുമ്പോഴും നമ്മൾ നേരിടുന്ന 2 പ്രശ്നങ്ങൾ ഈ ഭാരം കൂടുന്നതാണ്. അതായത് ഗ്രാവിറ്റി ടോളറൻസ് എന്ന് പറയുന്ന ഒരു പരിശീലനം. ഭാരം പല മടങ്ങായിട്ട് 8-10 മടങ്ങായിട്ട് വർദ്ധിക്കും. അപ്പോൾ ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ അതിനെ അതിജീവിക്കുക, നമ്മുടെ ശരീരത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടും. ഭാരം കൂടുതൽ ഇപ്പം നമ്മുടെ ശരീരത്തിലേക്ക് ഒരു 400-500 കിലോ ഭാരം കയറ്റി വെക്കുന്നത് പോലെയാണ്. നമ്മുടെ അസ്ഥിയിൽ നിന്ന് മാംസം വേർപെട്ട് പോകുന്ന പോലെ നമ്മുടെ ശരീരത്തിലെ ദ്രാവകം അല്ലെങ്കിൽ ദ്രവാംശമുള്ളതെല്ലാം ഊറി താഴേക്ക് വലിച്ചെടുക്കുന്നത് പോലെ, പിഴിഞ്ഞെടുക്കുന്നത് പോലെ. അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അതായിരുന്നു ഞങ്ങളുടെ പരിശീലനങ്ങളിലെ പ്രധാന കടമ്പകളും. അപ്പോൾ അത് രണ്ടും നമ്മൾ വിജയകരമായി പൂർത്തിയാക്കി. സീറോ ഗ്രാവിറ്റി പരിശീലനം കെന്നഡി സ്പേസ് സെന്റർ വെച്ചായിരുന്നു. ജി ടോളറൻസ് പരിശീലനം നാസ്റ്റാർ എന്ന് പറയുന്ന ഫിലാഡൽഫിയയിലെ സെന്ററിലായിരുന്നു. ഇതൊക്കെ വിജയകരമായി പൂർത്തിയാക്കി. അപ്പോൾ ഞാനതിന് ഫിറ്റായി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അതിൻ്റെ സ്ഥിതി. പിന്നെ ഇനി വീണ്ടും പറക്കലിന് തൊട്ട് മുമ്പുള്ള ചില പരിശീലനങ്ങളുണ്ടാവും. അത് ഈ വാഹനവുമായി ബന്ധപ്പെട്ടത്, അതിനകത്തെ നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ, നമ്മളുടെ മൂവ്മെന്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുള്ളതൊക്കെ ആയിരിക്കും. ഇതിൻ്റെ ഒരു എക്സ്പെൻസിൻ്റെ കാര്യം വളരെയധികം ചർച്ചയായിട്ടുണ്ട്. അതായത് ഒരുപാട് ചിലവ് വരുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്നും ഇത് മാറാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം വരും വർഷങ്ങളിൽ, അല്ലെങ്കിൽ ഭാവിയിൽ ഇത് കൂടുതൽ വിനോദസഞ്ചാരികൾക്ക് ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിനോദസഞ്ചാര യാത്രയായി മാറാൻ സാധ്യതയുണ്ട്. ശരിക്കും ഇത് വിനോദസഞ്ചാര യാത്ര എന്നുള്ളത്, സ്പേസ് ടൂറിസം എന്ന് പറയുമ്പോൾ അത് സാധാരണക്കാരും കൂടെ പങ്കെടുക്കാൻ നാളെ കഴിയേണ്ട ഒരു യാത്ര എന്ന അർത്ഥത്തിൽ തന്നെ പേരിട്ടെ. ഇപ്പൊ മലയാളത്തിൽ വിനോദസഞ്ചാരം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വിനോദം വളരെ കുറവാണ്. എന്നാലും നമ്മളുടെ ഒരു യാത്രയുടെ എക്സ്പെഡീഷന്റെ അല്ലെങ്കിൽ എക്സ്പ്ലോറേഷന്റെ അടുത്തൊരു ഘട്ടമാണിത്. കാരണം ഭൂമിയിലെ മിക്കവാറും കാഴ്ചകളെല്ലാം മനുഷ്യൻ എല്ലായിടത്തും എത്തിക്കഴിഞ്ഞു. ഇപ്പൊ ഞാൻ തന്നെ 130 രാജ്യങ്ങൾ പിന്നിട്ടപ്പോൾ ഇനി പുതുമയുള്ള കാഴ്ചകളിലേക്കൊന്നും അധികം പോകാനില്ല. ഇനി എല്ലാത്തിന്റെ ആവർത്തനങ്ങളായിരിക്കും. അപ്പൊ ഇനിയുള്ള ഡെസ്റ്റിനേഷൻ എന്നെ പോലുള്ള ആളുകൾ മാത്രമല്ല, സാധാരണക്കാർ പോലും ഇനി തൊഴിൽ തേടി പോകേണ്ട ഒരു സ്ഥലം സ്പേസാണ്. അതായത് അന്യഗ്രഹങ്ങളിൽ, ചൊവ്വയിൽ ഇപ്പോൾ വളരെ വിലയേറിയ മൂലകങ്ങളുടെ ഒരു വലിയ ഖനി കണ്ടെത്തി, അല്ലെങ്കിൽ ഒരു സംഭരണം കണ്ടെത്തിയെന്നിരിക്കട്ടെ, നമ്മൾ അവിടെ ഖനനം ആരംഭിക്കും.
അതിനെ ഇവിടേക്ക് കൊണ്ടുവരേണ്ടി വരും. ഇപ്പോൾ ഇവിടുത്തെ ചികിത്സയ്ക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ ചില രോഗപ്രതിരോധത്തിനുള്ള മാർഗ്ഗങ്ങൾ, അല്ലെങ്കിൽ ഇന്ധനം ആയി നമുക്ക് ഉപയോഗിക്കാവുന്നത് ഒക്കെയായ ഈ ഭൂമിയിൽ ലഭ്യമല്ലാത്ത ചില മൂലകങ്ങൾ അവിടെ കിട്ടുമെന്ന് വിചാരിക്കട്ടെ. നമ്മൾ അവിടെ നിന്ന് അതിനെ ഉത്ഖനനം ചെയ്തെടുത്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പം ഈ ടെക്നീഷ്യന്മാർ, അത് പണിയെടുക്കാനുള്ള ആളുകളെ ഒക്കെ നമ്മൾ പണ്ട് ഗൾഫിലേക്ക് പോയ പോലെ ആ ഗ്രഹത്തിലേക്ക് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ നാളെ നടത്താൻ ആർക്ക് പറ്റുമെന്നുള്ളതാണ് ചോദ്യം. വെർജിൻ എന്ന് പറയുന്ന എയർലൈൻ കമ്പനിയാണ് ബേസിക്കലി. അവർ ഭാവിയിൽ ഈ ഗ്രഹങ്ങളിലേക്ക് നടത്തുന്ന എയർലൈൻ അല്ലെങ്കിൽ സ്പേസ് ലൈനറുകൾ ആരംഭിക്കാനാണ് ഇവർ പദ്ധതിയിടുന്നത്. അന്ന് ഇതിന്റെ ആവശ്യം വരുമെന്ന് ഇവർക്കറിയാം. അത് 10-15 കൊല്ലത്തിനകമാണ്, ഫ്യൂച്ചറിസ്റ്റിക്. അപ്പൊ അതിന് ആരാണ് മിടുക്കനാവുക? തീർച്ചയായും ഈ യാത്ര നടത്തി പരിചയമുള്ളവനായിരിക്കും. അപ്പൊ വെറുതെ ഈ യാത്ര നടത്താൻ കഴിയില്ല. അതിനുവേണ്ടിയാണ് ഇതിന് സ്പേസ് ടൂറിസം എന്ന് പേരിട്ട് ഞങ്ങളെപ്പോലുള്ള ആളുകളുമായി ഇത് നിരന്തരം യാത്ര നടത്തി ഇതിൽ വിദഗ്ധനാവുക ഈ കാലം എത്തുമ്പോഴേക്കും. ഇതാണ് ഇവരുടെ വിഷൻ. അതായത് സ്പേസിലേക്ക്, അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക്, അല്ലെങ്കിൽ ചൊവ്വയിലേക്ക്, അടുത്തുള്ള ഗ്രഹങ്ങളിലേക്ക് നമുക്ക് മനുഷ്യനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട കാലം അതിവിദൂരമല്ല, അധികം താമസിയാതെ ഉണ്ടാവും. അന്ന് നമ്മുടെ മക്കളൊക്കെ ഈ ജോലി തേടി മിക്കവാറും ഇവിടെ പോകേണ്ടി വരും, ഇതിന്റെ ഭാഗമാകും. അതല്ലാതെ സ്പേസ് ടൂറിസം എന്ന് പറയുന്നത് വലിയ എക്സ്പെൻസീവ് അല്ല താരതമ്യേന. ഇപ്പൊ എലോൺ മസ്കിന്റെ ഒക്കെ ടൂർ ഇപ്പോൾ ഈ കമ്പനിയുടെ ഭാഗമായിട്ട് സ്പേസിൽ പോകണമെങ്കിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സ് വേണ്ടടുത്ത് ഇത് വെറും 2 ലക്ഷം, 2.5 ലക്ഷം, 3 ലക്ഷം ഡോളർ കൊണ്ട് പോയിട്ട് വരാൻ കഴിയുന്നു എന്ന് പറയുന്നത് അതൊരു എക്സ്പീരിയൻസ് കൊടുക്കല. ഇപ്പോൾ വലിയൊരു ആശങ്ക, ഒരു തർക്കം നിലനിൽക്കുന്നത്, അതായത് ഒരു ആകാശ പോര് എന്ന് തന്നെ അതിനെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത്. അതായത് ആമസോണിന്റെ ചെയർമാൻ ജെഫ് ബെസോസുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇത്. അപ്പോൾ അങ്ങനെ തർക്കം വരുമ്പോൾ ഈ റിച്ചാർഡിന്റെ യാത്ര ഒരു ഫേക്ക് ആണെന്നുള്ളൊരു വാർത്തകൾ പോലും പ്രചരിക്കുന്നുണ്ട്. അത് എത്രത്തോളം? അല്ല, ഇതിന് ലൈസൻസ് കൊടുക്കുന്നത്, ഇത് നിരീക്ഷിക്കുന്നതൊക്കെ നാസയും അതുപോലെ തന്നെ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഒക്കെയാണ്. അല്ലാതെ റിച്ചാർഡ് ബ്രാൻസൺ ഭൂമിയിൽ ഇരുന്നിട്ട് ഞാൻ സ്പേസിൽ പോയി എന്ന് പറഞ്ഞാലും മനുഷ്യൻ വിശ്വസിക്കും. ഇപ്പൊ സെറ്റിട്ട് സിനിമ പോലെ ഷൂട്ട് ചെയ്യാം. നമ്മൾ എത്രയോ സിനിമകൾ കണ്ടിരിക്കുന്നു സ്പേസിലെ. അങ്ങനെ എടുത്ത് വീഡിയോ പ്രചരിപ്പിച്ചാലും നടക്കും. പക്ഷെ ഇത് പറത്തുന്നത് CJ എന്ന് പറയുന്ന പൈലറ്റാണ്. CJ എൻഡവറിനെ സ്പേസിൽ കൊണ്ടുപോയ, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ കൊണ്ടുപോയ പൈലറ്റാണ് ഇതിനെ കൊണ്ടുപോയത്. അപ്പൊ ഇതിന്റെ മുഴുവൻ നിരീക്ഷണവും, ഇതിനെ സർട്ടിഫൈ ചെയ്യുന്നതും, ഇതിനെ ഓതന്റിക് ആണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതൊക്കെ നാസയും അതുപോലുള്ള ഏജൻസികളാണ്. അവരെങ്ങനെയാണ് ലൈസൻസ് കൊടുക്കുന്നത്? FAA എന്ന് പറയുന്ന ഏജൻസി, ഇന്റർനാഷണൽ ഏജൻസി, അല്ലെങ്കിൽ അമേരിക്കയുടെ തന്നെ നിയന്ത്രണത്തിലുള്ള ഇവിടെ പറക്കുന്ന എല്ലാ വിമാനങ്ങൾക്കും കൊമേഴ്ഷ്യൽ പറക്കലിനുള്ള അനുമതി കൊടുക്കുന്ന FAA ആണ്. അതുപോലെ ബഹിരാകാശത്തേക്കുള്ള കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റിന് മുഴുവൻ അനുമതി കൊടുക്കേണ്ടത് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനാണ്. ഈ ബോയിങ്ങിനെയും മറ്റേ എയർബസിനെയും അതുപോലുള്ള നിരവധിയായ കമ്പനികളുടെയും ഒക്കെ വിമാനങ്ങളെ സർട്ടിഫൈ ചെയ്യുകയും പറക്കാൻ അനുമതി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ഏജൻസിയായ FAA ആണ് ഇവർക്ക് ലൈസൻസ് കൊടുത്തിരിക്കുന്നത്. ഈ ജെഫിന്റെ ഈ ഒരു ആരോപണങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ജെഫ് അങ്ങനെ ആരോപണം ഉന്നയിച്ചിട്ടില്ല. ഇവർ തമ്മിലുള്ള ഈ യാത്ര കുറച്ചും കൂടി വേഗത്തിലാക്കാൻ സാധിച്ചോ ഈ ഒരു മത്സരം? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജെഫ് ബെസോസ് അടുത്ത മാസം മറ്റോ പോകാൻ വേണ്ടി പദ്ധതി ഇടുമ്പോൾ റിച്ചാർഡ് ബ്രാൻസൺ ഇതിന്റെ അങ്ങേയറ്റം വരെ എത്തിയിട്ട് ജെഫ് ബെസോസ് ആദ്യം പോകുന്നത് സ്കോർ ചെയ്യുന്നു എന്ന് പറയുന്നത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ത്വരിതപ്പെടുത്തി അതിവേഗത്തിലാക്കി അദ്ദേഹം അങ്ങ് പോയി. അതാണ് സംഭവിച്ചത്. പക്ഷേ ഈ ജെഫ് ബെസോസും റിച്ചാർഡ് ബ്രാൻസണും എലോൺ മസ്കും ഒക്കെ ഈ റേസിന്റെ ഭാഗമാണ്. ഇത് നമ്മൾ കാണേണ്ടത് 1500-കളുടെ 1400-കളുടെ അവസാനം ഇതേപോലെ പോർച്ചുഗലും സ്പെയിനും ഫ്രാൻസും ഒക്കെ ഈ പുതിയ ഭൂഖണ്ഡങ്ങൾ കണ്ടെത്താൻ, ഇതുപോലെ കടലിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഇങ്ങനെ റേസ് നടത്തിയിരുന്നു. അതിലാണ് സ്പെയിൻ പോയി നമ്മുടെ ലാറ്റിൻ അമേരിക്കയും വടക്കേ അമേരിക്കയും ഉൾപ്പെടുന്ന അമേരിക്കൻ ഭൂഖണ്ഡം തന്നെ കൊളംബസിന്റെ നേതൃത്വത്തിൽ പോയി കണ്ടെത്തുകയും പിന്നെ അമേരിക്കോസ് വെച്ച് പലരും പോയി കണ്ടെത്തുകയും ചെയ്തത്. അപ്പൊ ആദ്യം ആര് സ്വാധീനം ഉറപ്പിക്കുന്നു അവന്റെ കയ്യിലായിരിക്കും ആ ഭൂഖണ്ഡം എന്നുള്ളതാണ് ഈ റേസിന്റെ ഒക്കെ പ്രധാന കാരണം. അപ്പൊ ഇതിലാരാണ് ആനാകുന്നത്, ഇതിലാരാണ് വിദഗ്ധനാവുന്നത്, ഇതിലാരാണ് ആദ്യം അച്ചീവ് ചെയ്യുന്നത്? ഇനി സ്പേസ് ആയിരിക്കും പ്രധാന ഒരു വ്യവസായ മേഖല. മനുഷ്യരാശിയുടെ ഒരു പുതിയ കാൽവെപ്പ്. മനുഷ്യൻ പണ്ട് അമേരിക്കയിലേക്ക് കുടിയേറി, യൂറോപ്പിൽ നിന്ന് പറയുന്നത് പോലെ, ഓസ്ട്രേലിയയിലേക്ക് കുടിയേറി എന്ന് പറയുന്നത് പോലെ, ഇനി മനുഷ്യൻ കുടിയേറാൻ പോകുന്നത് ഇതിലേക്കാണ്. ഭൂമി എന്ന് പറയുന്നത് ഒരു ചെറിയ ഗോളമാണെന്ന് എല്ലാവർക്കും അറിയാം. പണ്ട് ഗതാഗത സംവിധാനങ്ങളില്ലാത്ത കാലത്ത്, മനുഷ്യൻ അവനവന്റെ രാജ്യം വിട്ട് പുറത്തു പോകാത്ത കാലത്ത് ഇതൊക്കെ അത്ഭുതങ്ങളായിരുന്നു. അപ്പുറം ഇപ്പോൾ ഒരു അത്ഭുതമില്ല. എന്നെപ്പോലെ നിരന്തരം യാത്ര ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട് ലോകത്ത്, കോടാനുകോടി ആളുകളുണ്ട്. ബിസിനസ്സിന് വേണ്ടി, തൊഴിലിന് വേണ്ടി ഒക്കെ യാത്ര ചെയ്യുന്നവരുണ്ട്. ഇവർക്കൊക്കെ പലതവണ പറന്നു കഴിയുമ്പോൾ മനസ്സിലായി ഇത്രയേ ഉള്ളൂ ഭൂമി. അമേരിക്കയിലേക്ക് എത്രയോ ലക്ഷം മലയാളികൾ പറക്കുന്നു. അമേരിക്കയെന്ന് പറഞ്ഞാൽ നേരെ എതിർവശത്താണ്. അവിടുന്ന് ഒന്നുകൂടെ കറങ്ങാൻ തിരിച്ചിവിടെ എത്തി. ഇത്രയേ ഉള്ളൂ ഭൂമി. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇത്രയും ഈ ഭൂമിയിൽ ഇനി മനുഷ്യൻ കാലുകുത്താത്ത സ്ഥലങ്ങളില്ല, മനുഷ്യൻ എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലങ്ങളില്ല, വിഭവങ്ങളില്ല. അപ്പൊ ഇനി നമുക്ക് ഇതൊക്കെ മതിയോ? പോരാ. മനുഷ്യന്റെ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു, വിഭവങ്ങളുടെ ദാരിദ്ര്യം വന്നുകൊണ്ടിരിക്കുന്നു, ഇവരെയൊക്കെ തീറ്റിപ്പോരാൻ നമുക്ക് പറ്റാതെ വരുന്നു. അടുത്ത 10 അല്ലേ 15 അല്ലേ 20 വർഷം വേണ്ട, ഇനി പരമാവധി പോയ 50 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഇത് തികയാതെ വരും. അപ്പൊ നമ്മൾക്ക് അന്യഗ്രഹങ്ങളിലേക്ക് പോയേ പറ്റൂ. അവിടെ നിരവധി അവസരങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ എയർ കണ്ടീഷൻ്റെ ഒരു മുറി ഉണ്ടാക്കുന്നത് പോലെ
തണുത്ത വായുവിനൊപ്പം ഓക്സിജനും കൂടെ തരുന്ന മുറികളുണ്ടായാൽ മതി അവിടെ. ശരിയാണ്. മനസ്സിലായില്ലേ? താമസം സിമ്പിളായി. അല്ലാതെ നമ്മൾ കരുതുന്ന പോലെ അവിടെ വായു ഇല്ല, വെള്ളം ഇല്ലാതുകൊണ്ട് എന്ത് ചെയ്യും? ഇത് നമ്മൾ ഇന്നും പല വിമാനത്തിൽ പറക്കുമ്പോൾ അതിനകത്ത് ആർട്ടിഫിഷ്യലി ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. പ്രഷർ പോലും ആർട്ടിഫിഷ്യലി നമ്മൾ പറക്കുന്ന വിമാനത്തിനകത്ത് ക്രിയേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ആംബിയൻസ് ഇഷ്ടം പോലെ ഉണ്ട് ലോകത്ത്. അപ്പോൾ ഇതൊക്കെ അവിടെ ഉണ്ടാവും. മനുഷ്യൻ അങ്ങോട്ട് പോകും. നമ്മുടെ അടുത്ത തലമുറ മലയാളികൾ പോലും വിദേശ രാജ്യങ്ങളിലേക്ക്, ഗൾഫിലേക്കൊക്കെ പോയതുപോലെ അന്യഗ്രഹങ്ങളിലേക്ക് പോയി ജോലി ചെയ്യുന്ന കാലം ഉണ്ടാവും. അതിനൊരു തുടക്കക്കാരനാവുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ള എക്സൈറ്റിംഗ് ആവുന്ന കാര്യം. മലയാളികൾ പ്രതീക്ഷിക്കുന്ന, അല്ലെങ്കിൽ മലയാളികൾ കാത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സന്തോഷ് ജോർജിന്റെ ഭാഗത്ത് നിന്നും ഒരു വീഡിയോ, ഒരുപക്ഷെ സഞ്ചാരത്തിന്റെ വീഡിയോകളാണ് ഏറ്റവും. അപ്പോൾ ഈ ബഹിരാകാശത്തേക്ക് പോകുമ്പോൾ അതിൻ്റെയും ഒരു വിശദീകരണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ചിത്രീകരണവും അത് മലയാളികളിലേക്കും ലോകമെമ്പാടുമുള്ള ആളുകളിലേക്കും എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും. ഞാൻ ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഞാൻ ആദ്യം ആവശ്യപ്പെട്ടിരുന്ന വ്യവസ്ഥ, എൻ്റെ ഭാഗത്തു നിന്നുള്ള ഏക വ്യവസ്ഥ, എനിക്ക് ഇത് മുഴുവൻ ചിത്രീകരിക്കാനും മലയാളികളെ അല്ലെ ഇന്ത്യക്കാരെ ടെലിവിഷൻ ചാനലുകളിലൂടെ ഇത് കാണിക്കാനുള്ള അവസരം കിട്ടണമെന്നായിരുന്നു. അതവർ അംഗീകരിച്ചു. അതിനുശേഷമാണ് ഞാൻ എഗ്രിമെന്റ് സൈൻ ചെയ്തത് തന്നെ. അപ്പോൾ എൻ്റെ ചാനലിലൂടെ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ കുട്ടികൾക്കും, പ്രത്യേകിച്ച് ചിൽഡ്രൻ, കുട്ടികളെ എക്സൈറ്റ് ചെയ്യുക, അവരെ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുക, യുവാക്കളെ പ്രചോദിപ്പിക്കുക, ഇതാണ് ഈ യാത്രയുടെ ലക്ഷ്യം. നമുക്ക് പോസിബിൾ ആണ്. ഇപ്പം ചന്ദ്രനിൽ അമേരിക്ക പോയി കഴിഞ്ഞാൽ 50 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ പോകുന്നതിനെ കുറിച്ച് ഇപ്പം ചിന്തിക്കുന്നത് അതല്ല. അമേരിക്കക്കാരൻ അല്ലെങ്കിൽ യൂറോപ്പുകാരൻ, ബ്രിട്ടീഷുകാരൻ ഇന്ന് സ്പേസ് ടൂറിസ്റ്റിന് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ കൂടെ നമ്മളും ഉണ്ടാവണം. ഇത് നമുക്കും പറ്റുന്നതാണ്. എല്ലാം നമ്മൾ ഇന്ത്യക്കാർ ചിന്തിക്കുന്നത് ഇത് സായിപ്പിനുള്ളതാണ്, ടെക്നോളജി സായിപ്പിനുള്ളതാണ്, ഏറ്റവും പുതിയ കണ്ടുപിടുത്തങ്ങളെല്ലാം അവർക്കുള്ളതാണ്, ഏറ്റവും പുതിയ എക്സ്പെഡീഷൻസ് അവർക്കുള്ളതാണ്, ഏറ്റവും ആദ്യം എവറസ്റ്റ് മുകളിൽ കാലുകുത്തുന്ന അവരായിരിക്കണം. ഇങ്ങനെയുള്ള ചിന്ത മാറണം. നമുക്കും ഒന്നാമത് തന്നെ ആകാൻ പറ്റും. അവരെക്കാൾ അവരുടെ ഒപ്പം തന്നെ നമുക്കും പോകാൻ പറ്റണം. നമ്മുടെയും കൂടെ അവകാശപ്പെട്ടതാണ് സ്പേസ്, നമുക്കൂടെ അവകാശപ്പെട്ടതാണ് അന്യഗ്രഹങ്ങൾ. അപ്പോൾ അവിടേക്ക് തീർച്ചയായും ISRO ഒക്കെ ആ മട്ടിൽ തന്നെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ സാധാരണക്കാർക്കും പറ്റും എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അതായത് ഇതാരുടെയും കുത്തകയല്ല, വേണ്ടി വന്നാൽ ഒരു മലയാളിക്കും ഇത് സാധ്യമാകുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും അതിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിന്റെ എല്ലാ തയ്യാറെടുപ്പും അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. മലയാളികൾക്കും ഇന്ത്യക്കാർക്കും അഭിമാനമാകുന്ന ആ ഒരു യാത്രയിലേക്കുള്ള കാത്തിരിപ്പിലാണ് സന്തോഷ് ജോർജ് കുളങ്ങര. ക്യാമറ പേഴ്സൺ രഞ്ജിത്തിനൊപ്പം ടോബി ജോൺസൺ, മീഡിയ 1 കോട്ടയം.